25 വർഷത്തോളമായി ഒരു നാടിന്റെ വെളിച്ചമാണ് വാമൻ റാവുവിന്റെ വീട്ടിലെ ഗ്രന്ഥശാല. വിവിധ ഭാഷകളിലായി 20,000-ലധികം പുസ്തകങ്ങളാണ് വാമൻ റാവുവിന്റെ വീട്ടിലുള്ളത്. പുസ്തകങ്ങൾ വായിക്കാനും സാംസ്കാരിക കൂട്ടായ്മകളിൽ പങ്കെടുക്കാനും മറ്റുമായി നിരവധി പേരാണ് നുള്ളിപ്പാടിയിലെ കന്നഡ ഭവൻ ലൈബ്രറിയിൽ എത്തുന്നത്. ഓരോ വീട്ടിലും ഒരു ഗ്രന്ഥാലയം എന്ന മഹത്തായ ആശയം റിട്ടയേർഡ് കപ്പൽ ജീവനക്കാരനായ കാസർഗോഡ് നുള്ളിപ്പാടിയിലെ വാമൻ റാവു നടപ്പാക്കിയിട്ട് 1/4 നൂറ്റാണ്ടായി. ഗാന്ധിയനായ പിതാവ് പുരുഷ നായിക്കിന്റെയും മാതാവ് സീതമ്മയുടെയും സ്മരണയ്ക്കായാണ് വായനശാല തുടങ്ങിയത്. വീടിനോട് ചേർന്ന ഇരുനില കോൺക്രീറ്റ് കെട്ടിടത്തിലെ മുകൾ നിലയിലാണ് ലൈബ്രറി. രാവിലെയും വൈകിട്ടും അവധി ദിവസങ്ങളിലും വിദ്യാർത്ഥികളും സമീപവാസികളും പുസ്തക വായനയ്ക്കായി അവിടെ എത്തുന്നു. ചരിത്രം, പുരാണം, ഇതിഹാസം, കായികം, കല, സാംസ്കാരികം, സംഗീതം, സയൻസ് തുടങ്ങിയ എല്ലാ മേഖലയിലുമുള്ള പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ആവശ്യമായ റഫറൻസ് ഗ്രന്ഥങ്ങളും ഇവിടെ ധാരാളമുണ്ട്. മീറ്റിംഗ് ഹാളും വിശാലമായ വായനാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വാമൻ റാവുവിനൊപ്പം അധ്യാപികയായ ഭാര്യ സന്ധ്യ റാണിയും ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ അതിപ്രസരത്തിൽപ്പെടുന്ന പുതുതലമുറയെ പുസ്തകങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനൊപ്പം ഭാഷാപരമായ അകൽച്ചകൾ ഒഴിവാക്കാനുമാണ് ഭവന ഗ്രന്ഥാലയം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വാമൻ റാവു പറഞ്ഞു. കലാ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ മാതൃകാപരമായ ഒരു ചുറ്റുപാടാണ് ഞാനിവിടെ കാഴ്ചവെക്കുന്നത്. ഇത് ഞാൻ എൻ്റെ സ്വന്തം നിലയിൽ ആരുടെയും കാശോ കളക്ഷനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കാശോ എടുക്കാതെ സ്വന്തം നിലയിൽ തന്നെ നടത്തുന്ന ഇത് മറ്റുള്ള പല സംഘടനകൾക്ക് ഒരു മാതൃകയാവാൻ അവർ വലിയ തോതിൽ ഇത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്യണം എന്നുള്ള എൻ്റെ ഉദ്ദേശം. അങ്ങനെയാണ് ഞാനിവിടെ എല്ലാം ഒരു സാമ്പിൾ പോലെ ഓരോ പരിപാടികളും ഞാൻ സമൂഹത്തിൽ അന്നന്ന് നടക്കുന്ന ഓരോ വിദ്യമാനങ്ങളെയും ആസ്പദമാക്കിയിട്ട്, ഉദാഹരണത്തിന് ഇവിടെ എൻഡോസൾഫാൻ ഭീകരാവസ്ഥയുടെ ഭാഗമായിട്ട് ഞാനൊരു നാടകം ഇവിടുത്തെ കുട്ടികളെയെല്ലാം ചേർത്തുകൊണ്ടൊരു തോറ്റവർ എന്നൊരു നാടകം ഇവിടെ അവതരിപ്പിച്ചു. ആ കുട്ടികൾ വീടാന്തരം പോയിട്ട് കളക്ട് ചെയ്ത കാശ് അവിടെ പോയി ഓരോ വീട്ടിലേക്കും കൊടുത്തു വരുമ്പോൾ അധ്വാനം സഫലമായ സാഫല്യ അനുഭൂതിയാണ് ഉണ്ടായത്. സാംസ്കാരിക പ്രവർത്തകരുടെയും സാഹിത്യകാരന്മാരുടെയും കൂടി കൂട്ടായ്മ വേദി കൂടിയാണ് ഇവിടം. മിക്ക ആഴ്ചകളിലും സാംസ്കാരിക പ്രവർത്തകരും സാഹിത്യകാരന്മാരും ഒത്തുകൂടുന്നു. യക്ഷഗാനം, സംഗീത കച്ചേരി, കവിയരങ്ങ്, സാഹിത്യ ശില്പശാല തുടങ്ങിയവ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. കന്നഡയിലെയും മലയാളത്തിലെയും പ്രധാന എഴുത്തുകാരും ഇവിടെ എത്താറുണ്ട്. കാസർഗോഡിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഇതിനകം പേരുകേട്ട ഈ ഗ്രന്ഥാലയം അടുത്ത വർഷം 25ാം വാർഷികം ആഘോഷിക്കുകയാണ്. സമകാലിക മലയാളം, കാസർഗോഡ്.